പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളില് നമ്മൾ എത്തിയിരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഈ നല്ല ദിവസത്തിന്റെ പ്രാർത്ഥനകളും ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഇന്ന് ദൈവാത്മാവ് നമുക്ക് തരുന്ന ദൈവവചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനം. വിശുദ്ധ എലിസബത്തിലൂടെയാണ് ദൈവാത്മാവ് ഈ വചനം നമുക്ക് തരിക. പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പറയുന്നതാണ്, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വാസത്തിന്റെ ആഴം സ്വർഗം അംഗീകരിക്കുന്ന ഒരു നിമിഷമാണ്. ഒരു മനുഷ്യൻ അംഗീകരിക്കപ്പെടാൻ പോകുന്നത് ഈ ലോക ജീവിതത്തിൽ അവന്റെ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെയൊക്കെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുക. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം പറയുന്നത്, നിങ്ങളുടെ ആദ്യത്തെ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുക, വിലയിരുത്തപ്പെടാൻ പോകുക, അംഗീകരിക്കപ്പെടാൻ പോകുക. എൻ്റെ വിശ്വാസം ജീവിക്കുന്നതിൽ ഞാൻ എന്തുമാത്രം ശ്രദ്ധ പുലർത്തി, എത്രത്തോളം വിശ്വസ്തത പുലർത്തി എന്നുള്ളതാണ് എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ വിലയിരുത്തപ്പെടാൻ പോകുന്ന മാനദണ്ഡം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തില് പൗലോസ്ലീഹായിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമില്ലേ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. ഈ വചനം നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റെ അന്ത്യ നിമിഷങ്ങളില് പുരോഹിതൻ പ്രാർത്ഥിച്ച് ദേവാലയത്തിലേക്ക് മൃതശരീരം എടുക്കുന്നതിന് മുൻപ് ഭവനത്തിൽ വെച്ച് തലയിൽ പുഷ്പകിരീടം ചാർത്തി പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് എന്നെ നീതിയുടെ മുടി അണിയിക്കട്ടെ. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മഹത്വ കിരീടം സ്വീകരിക്കാൻ പോകുന്നത് വിശ്വാസത്തിന് വേണ്ടി എന്തുമാത്രം പൊരുതി, അല്ലെങ്കിൽ എന്നോട് തന്നെ, എൻ്റെ വികാരങ്ങളോട്, എൻ്റെ ആലോചനകളോട്, സുവിശേഷം ജീവിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തോട് എന്തുമാത്രം ഞാൻ പൊരുതി വിശ്വാസം കാത്തു. അതാണ് ഞാൻ വിലയിരുത്തപ്പെടാൻ പോകുന്ന വലിയ മാനദണ്ഡം. കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആഴപ്പെടേണ്ടത് ഇത് തന്നെയാണ്, വിശ്വാസത്തിന്റെ അടിത്തറ. പ്രതികൂലങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ അമ്മയെ പ്രാപ്തയാക്കിയത് അത് കർത്താവിലുള്ള വിശ്വാസത്തിന്റെ ആഴമായിരുന്നു. നമ്മൾ ഓരോരുത്തരിലും ആഴപ്പെടട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 39-ാമത്തെ വചനം പറയുന്നില്ലേ, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. കൊരിന്തോസുകാർക്ക് 2-ാം ലേഖനം 5-7 പൗലോസ്ലീഹ പറയുക, കാഴ്ചയിൽ നയിക്കപ്പെടുന്ന ഒരു ലോകത്തിന്റെ മുന്നിൽ നിന്ന് വിശ്വാസത്തിൽ നയിക്കപ്പെടുന്ന മനുഷ്യന്റെ വ്യത്യസ്തത എന്താണെന്ന് ആ വചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ നയിക്കപ്പെടുന്നവന് നല്ല ആത്മധൈര്യമുണ്ട്. കാഴ്ചയിൽ നയിക്കപ്പെടുന്നവൻ വീണുപോകും, കാരണം ദൃശ്യമായവ അവന്റെ ലക്ഷ്യം. 2 കൊരിന്തോസ് 10-ാം അധ്യായത്തിന്റെ 17-18 പറയുന്നില്ലേ, അഭിമാനിക്കുന്നവൻ, അതുകൊണ്ട് കർത്താവിൽ അഭിമാനിക്കാൻ കഴിയുന്നവൻ, വിശ്വാസം ആഴപ്പെട്ടവൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ ആഴപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ വിപരീത അനുഭവങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പ്രാപ്തി നൽകുന്നത് ഈ വിശ്വാസത്തിന്റെ ആഴമാണ്. നമുക്ക് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ അമ്മയോട് ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്തതെല്ലാം നിറവേറുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. കർത്താവ് ശംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.